കുടുംബശ്രീയുടെ പുതിയ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ കല്യാണത്തിന് വന്ന ആൾക്കാരൊക്കെ പോയ ശേഷം വീടൊക്കെ വൃത്തിയാക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും ഒക്കെ ചേർന്ന്. മനസ്സാകെ വിഷമിച്ചിരിക്കുന്നുവെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ശാരികയെ കണ്ട് ആകെ സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ അമ്മയെന്ന് വിളിച്ച് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരിക. ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് ശ്യാമയും. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തുകയാണ് വിഷ്ണുവും ശാലിനിയും. ആകെ തളർന്നു വന്ന ശാലിനിയെ പരിഹസിക്കുകയാണ് സുസ്മിത. പക്ഷേ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് പ്രീതി. തുടർന്ന് വിഷ്ണുവും പ്രീതിയും കൂടി നടന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റൂമിലേക്ക് നടന്നു പോകുന്ന ശാലിനി പെട്ടെന്ന് തലകറങ്ങി വീഴുകയാണ്. ശാലിനി വീഴുന്നത് കണ്ട് ആകെ പരിഭ്രമിച്ച് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണുവും പ്രീതിയും. എന്നിട്ട് ശാലിനി എന്നൊക്കെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ശാലിനിക്ക് ബോധം വരുന്നില്ല. പിന്നീട് വിഷ്ണു ശാലിനിയെ എടുത്തുകൊണ്ടുപോയി റൂമിലേക്ക് കിടത്തുകയാണ്. ഇതൊക്കെ ഇഷ്ടപ്പെടാതെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ശാലിനിയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ് വിഷ്ണു. അന്നേരം ശാലിനിക്ക് നന്നായി പനിക്കുന്നുണ്ട്. പനിച്ചു കിടക്കുന്ന ശാലിനി ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനിയുടെ നെറ്റിയിൽ ചുംബിക്കുന്നു വിഷ്ണു. തുടർന്ന് പ്രീതിയോട് തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയാണ് വിഷ്ണു. എല്ലാം ശരിയാകുമെന്നും ശാലിനി ഏട്ടനെ വിശ്വസിക്കുമെന്നും പ്രീതി പറയുകയാണ്. ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക്